ഹലോ, ഇന്ന് ഞാൻ എൻ്റെ അപ്പച്ചിയുടെ വീട്ടിലോട്ടാട്ടോ പോകുന്നത്. 3-4 ദിവസമായി ഞാൻ വീട്ടിലോട്ട് വന്നിട്ടേ. അപ്പോൾ ഇന്നൊന്ന് അപ്പച്ചിയുടെ വീട്ടിലോട്ട് പോകാമെന്ന് കരുതിയിട്ടാ. എൻ്റെ അച്ചാമ്മ ഉള്ളത് അവിടെ തന്നെയാണ്. അപ്പച്ചി ഒറ്റയ്ക്കുള്ളത് കാരണം അച്ചാമ്മയാട്ടോ കൂട്ടിന് നിൽക്കുന്നത്. അച്ഛനും അമ്മയും ചേച്ചിയും ടുട്ടപ്പനും ദേവൂട്ടിയായിട്ടാട്ടോ പോയത്. അവരെല്ലാവരും കൂടെ ഇരുന്ന് നല്ല കത്തിവെപ്പാട്ടോ. ദേവൂട്ടി ചെന്ന പാടെ ഡ്രസ്സൊക്കെ മാറി ഇരിക്കുവാട്ടോ. ഞാനൊരു ഹായ് പറയാൻ പറഞ്ഞപ്പോൾ തന്നെ അവൾ പറഞ്ഞേ. ചെന്ന പാടെ ചായയൊക്കെ തന്നു കേട്ടോ. ചായയുടെ കൂട്ടത്തിൽ ബോളിയും ഉണ്ണിയപ്പവും കേക്കും ഒക്കെ ഉണ്ടായിരുന്നേ. ദേവുവിൻ്റെ നിപ്പ് കണ്ടോ, അവിടെ ഒരു മാനിൻ്റെ തല വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനെ പേടിച്ച് ഇന്ന് ബ്രെഡ് പൊരി കഴിക്കുവാണേ. ഇതെൻ്റെ ചേച്ചിയും ടുട്ടപ്പനുമാണേ. ഒത്തിരി നാൾ കൂടിയിട്ടാട്ടോ അപ്പച്ചിയുടെ വീട്ടിൽ പോകുന്നത്. അവരൊക്കെ കണ്ടപ്പോൾ തന്നെ ഒത്തിരി സന്തോഷമായേ. ഇതാണ് എൻ്റെ അപ്പച്ചി, ഇത് എൻ്റെ അച്ചാമ്മ. അപ്പച്ചിയുടെ മോൻ ശിവഗിരിയിലാട്ടോ. ഇത് അവിടുത്തെ ഫോട്ടോസാണ്. ഇത് രണ്ടാമതിരിക്കുന്നതാട്ടോ അപ്പച്ചിയുടെ മോൻ. ദേവ് പിന്നെ എവിടെ ചെന്നാലും നല്ല ഹാപ്പിയാട്ടോ. എല്ലാവരുമായിട്ട് ഇണങ്ങിക്കോളും പെട്ടെന്ന് തന്നെ. അങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞ് നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ പുറത്തേക്ക് പോയിരിക്കുമായിരുന്നേ. അച്ഛനെ നോക്കി ഞങ്ങൾ വാതിക്ക് വന്നിരിക്കുക കേട്ടോ. വാതിക്ക് തന്നെ കാണുന്ന മാവിൽ കിളിക്കുഞ്ഞുങ്ങൾ കൂട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് വന്നിരിക്കുന്നത് കാണാൻ. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നതിന് ശേഷം ഞങ്ങൾ പോന്നു കേട്ടോ. വരുന്ന വഴിക്ക് നമ്മൾ പാർക്കിൽ കയറിയിട്ടുണ്ടായിരുന്നേ, ദേവൂട്ടിനെ ടുട്ടപ്പായിനെയൊക്കെ ഒന്ന് കളിപ്പിക്കാനേ. ദേവു അമ്മയുടെ കയ്യിൽ കയറി ഇരിക്കുക കേട്ടോ. ടുട്ടു വന്ന പാടെ തന്നെ ഊഞ്ഞാലാടാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നേ. ടുട്ടപ്പായ്ക്ക് ഒരു കൂട്ടും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. വല്യമ്മ മകളെ എടുത്തോണ്ട് പോയി കുതിരപ്പുറത്തൊക്കെ കയറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ദേവുവിന് ആദ്യമൊക്കെ നല്ല പേടിയായിരുന്നു കേട്ടോ. പിന്നെ കുഴപ്പമില്ലായിരുന്നേ. അങ്ങനെ കുറച്ചു നേരം കുഞ്ഞുങ്ങൾ അവിടെ ഇരുത്തിയാൽ കളിപ്പിച്ചു കേട്ടോ. ഞാനും അമ്മയും കൂടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുവാണേ. ദേവുവിനെ കുറച്ചു നേരം താഴെ നിർത്തിയിട്ടോ. താഴെ നിർത്തിയത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ആൾ നല്ല ഓട്ടം വരുന്നു കേട്ടോ. ഞങ്ങൾ ഒത്തിരി നാൾക്ക് ശേഷം കേട്ടോ എല്ലാവരും കൂടി ഇങ്ങനെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഒരു നാൾക്ക് ദോശ കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ദേവുവിന് അമ്മ വാരി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരേ ഐസ്ക്രീമും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഇവിടെ അടുത്ത പള്ളിയിൽ പെരുന്നാളായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒത്തിരി ചൈനീസ് പടക്കങ്ങൾ പൊട്ടുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.